കാർഷിക വാർത്തകൾ. സംസ്ഥാന വിപണികളിൽ ഏലക്ക വരവ് കൂടി. ഉത്സവ സീസൺ മുന്നിൽ കണ്ട വിപണിയിൽ ആവശ്യക്കാർ ഏറെ. ഉൽപാദന മേഖലയിൽ പ്രതിദിനം 2 ഏലക്ക ലേലം വീതം നടക്കുന്നുണ്ട്. ബുധനാഴ്ച 66,839 കിലോ ഏലക്ക വിൽപ്പനയ്ക്കിറങ്ങിയപ്പോൾ വ്യാഴാഴ്ച 2 ലേലങ്ങളിലായി വരവ് 96,266 കിലോഗ്രാമായി കുതിച്ചുകയറി. ഓഫ് സീസണിൽ ലഭ്യതയിലെ വർധന ആഭ്യന്തര വിദേശ ഇടപാടുകാർക്ക് ആവേശം പകർന്നിട്ടുണ്ട്. ഉത്സവ ദിനങ്ങൾ അടുത്തുള്ള സാഹചര്യത്തിൽ വിപണികളിൽ ഏലത്തിന് ആവശ്യക്കാരുണ്ട്. ഇടുക്കിയിൽ നടന്ന ലേലത്തിന് വന്ന 56,464 കിലോ പൂർണ്ണമായി വിറ്റഴിഞ്ഞു. ശരാശരി ഇനങ്ങൾ കിലോ 2,574 രൂപയിലും മികച്ച ഇനങ്ങൾ 3,344 രൂപയിലുമാണ് വിറ്റഴിച്ചത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതിയുടെ 66% ചെമ്മീനിൽ നിന്ന്. കയറ്റുമതിയിൽ 35% അമേരിക്കയിലേക്കും. താരിഫ് നയം പ്രാബല്യത്തിലാവുമ്പോൾ പ്രതിസന്ധിയിലാവുന്ന പ്രധാന മേഖലയാണ് സമുദ്രോൽപ്പന്ന കയറ്റുമതി. 2023-24 കാലയളവിൽ രാജ്യത്ത് നിന്ന് കയറ്റുമതി ചെയ്തത് 17,81,602 ടൺ സമുദ്രോൽപ്പന്നമാണ്. ഇതിൽ നിന്നും 60,523 കോടി രൂപയാണ് ലഭിച്ചത്. ഇതിൽ 71,06,006 ടണ്ണും ശീതീകരിച്ച ചെമ്മീനായിരുന്നു. അതുവഴി മാത്രം 40,013 കോടി രൂപയാണ് വരുമാനം. അതായത് സമുദ്രോൽപ്പന്ന കയറ്റുമതി വരുമാനത്തിന്റെ 66% ചെമ്മീനിൽ നിന്നാണ് ലഭിച്ചത്. കണവ, കൂന്തൽ എന്നിവയാണ് മറ്റ് പ്രധാന കയറ്റുമതി ഇനങ്ങൾ. ഇന്ത്യൻ സമുദ്രോൽപ്പന്നങ്ങളുടെ 35%-ലധികവും അമേരിക്കയിലേക്കാണ് കയറ്റി അയക്കുന്നത്. നിലവിൽ കടലാമകൾ വലയിൽ കുടുങ്ങാതിരിക്കാനുള്ള ടെഡ് എന്ന ഗ്രിൽ പിടിപ്പിക്കാത്തതിനാൽ ഇന്ത്യൻ സമുദ്രങ്ങളിൽ നിന്നുള്ള ചെമ്മീൻ അമേരിക്ക സ്വീകരിക്കുന്നില്ല. അക്വാകൾച്ചർ വഴി ഉൽപ്പാദിപ്പിക്കുന്ന ചെമ്മീനാണ് പ്രധാനമായും കയറ്റുമതി ചെയ്യുന്നത്. ഇതിനിടയിൽ അമേരിക്കയുടെ താരിഫ് നയം കൂടി ഇന്ത്യക്ക് തിരിച്ചടിയാവുകയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അന്താരാഷ്ട്ര റബ്ബർ മാർക്കറ്റിൽ വിലക്കയറ്റം. വിഷു അടുത്തതോടെ നാളികേര വിപണിയും സജീവം. അമേരിക്കൻ വ്യാപാര യുദ്ധം മൂർച്ഛിച്ചതോടെ പരിഭ്രാന്തരായ റബ്ബർ നിക്ഷേപകർ ബാധ്യതകൾ കിട്ടുന്ന വിലയ്ക്ക് വിറ്റുമാറാൻ തിടുക്കം കാണിച്ചു. ജപ്പാൻ ഒസാക്ക എക്സ്ചേഞ്ചിൽ കഴിഞ്ഞ വർഷം ഫെബ്രുവരിക്ക് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന തലത്തിലേക്ക് റബ്ബർ വില ഇടിഞ്ഞു. വിപണി സാങ്കേതികമായി വിൽക്കൽ അവസ്ഥയിലേക്ക് പ്രവേശിച്ചത് ഒരു വിഭാഗം ഫണ്ടുകളെ അവധിയിൽ വിറ്റഴിക്കലിന് പ്രേരിപ്പിച്ചതിനാൽ ഓഗസ്റ്റ് അവധി കിലോ 281 യെന്നിലേക്ക് തളർന്നു. ഇതര എക്സ്ചേഞ്ചുകളിലും ഇടിവ് ആവർത്തിച്ചതോടെ കയറ്റുമതി മേഖല നിരക്ക് താഴ്ത്തി കൊട്ടേഷൻ ഇറക്കി. ബാങ്കോങ്ങിൽ 3-ാം ഗ്രേഡ് കിലോ 172 നിന്നും 169 രൂപയായി. വിദേശത്തു നിന്നുള്ള എതിർവാർത്തകൾ ആഭ്യന്തര മാർക്കറ്റിനെയും ദുർബലമാക്കി. റബ്ബറിന് വിൽപ്പനക്കാർ കുറഞ്ഞത് വിപണിക്ക് താങ്ങാവുന്നുണ്ട്. കാർഷിക മേഖല കേന്ദ്രീകരിച്ച് ഇടനിലക്കാർ 2-3 ടൺ ഷീറ്റ് സംഭരിച്ച് അല്പം മെച്ചപ്പെട്ട വിലയ്ക്ക് കൈമാറാനുള്ള ശ്രമത്തിനിടയിലാണ് അമേരിക്ക ചൈനയ്ക്കെതിരെ തിരിഞ്ഞത്. ചൈനീസ് ഇറക്കുമതിക്ക് 104% താരിഫ് നീക്കം ഫലത്തിൽ US ചൈന ബന്ധം കൂടുതൽ വഷളാക്കാനുള്ള സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പുതിയ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് വിഷു ആഘോഷങ്ങൾക്ക് ശേഷം ആഭ്യന്തര വിപണി വീണ്ടും സജീവമാകുമെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ട്രംപിന്റെ താരിഫ് ഇന്ത്യൻ കാപ്പിക്കും വെല്ലുവിളി. സ്പെഷ്യാലിറ്റി കോഫി വിഭാഗം കയറ്റുമതിക്കാർ ആശങ്കയിൽ. സാധാരണ കാപ്പിയേക്കാൾ അമേരിക്കയുടെ താരിഫ് പ്രതിസന്ധി സൃഷ്ടിക്കുക ഇന്ത്യയുടെ ഇൻസ്റ്റന്റ് കോഫി കയറ്റുമതിയെയാകുമെന്നാണ് വിലയിരുത്തൽ. ബ്രസീൽ, ഇക്വഡോർ എന്നീ പ്രധാന കാപ്പി ഉൽപാദക രാജ്യങ്ങളിൽ താരിഫ് കുറവാണ്. ഇത് വിപണിയിൽ കടുത്ത കിടമത്സരത്തിന് കാരണമായേക്കുമെന്നാണ് കോഫി എക്സ്പോർട്ടേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് രമേശ് രാജ പറയുന്നത്. ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന കാപ്പിയുടെ 60% ഇൻസ്റ്റന്റ് കോഫിയാണ്. കാപ്പി കയറ്റുമതിയെ സംബന്ധിച്ചിടത്തോളം US ചെറിയ വിപണിയാണ്. ഇന്ത്യയുടെ മൊത്തം കയറ്റുമതി മൂല്യത്തിൽ 4% താഴെ മാത്രമാണ് ഇത്. ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും മിക്ക കാപ്പി ഉൽപാദക രാജ്യങ്ങൾക്കും അമേരിക്ക ഉയർന്ന താരിഫാണുള്ളത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് കൊക്കോ വിളവെടുപ്പ് പുരോഗമിക്കുന്നു. വിദേശ വിപണികളിലെ ഈ ഉണർവ് ആഭ്യന്തര വിലയിൽ പ്രതിഫലിച്ചില്ല. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ കൊക്കോ വിളവെടുപ്പ് പുരോഗമിക്കുന്നു. പുതിയ ചരക്ക് ഉയർന്ന അളവിൽ വിൽപ്പനയ്ക്ക് എത്തുന്നുണ്ട്. പ്രമുഖ വിപണികളിൽ പച്ചക്കൊക്കോ കിലോ 110 രൂപയിലും കൊക്കോ പരിപ്പ് 300 രൂപയിലുമാണ്. പശ്ചിമ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കൊക്കോ ഉൽപാദനം കുറഞ്ഞത് ഉയർന്ന വിലയ്ക്ക് അവസരമൊരുക്കുമെന്ന നിഗമനത്തിലാണ് ആഗോള കർഷകർ. രാജ്യാന്തര കൊക്കോ വില ടണ്ണിന് 8,500 ഉയർന്നു. എന്നാൽ വിദേശ വിപണികളിലെ ഈ ഉണർവ് ആഭ്യന്തര വിലയിൽ പ്രതിഫലിച്ചില്ല. ഉത്സവ ദിനങ്ങളിലെ ആവശ്യങ്ങൾക്കുള്ള പണം കണ്ടെത്താനുള്ള നീക്കത്തിലാണ് കർഷകർ. ഏലക്ക ലേലത്തിൽ ആഭ്യന്തര വിദേശ വാങ്ങലുകാരുടെ ശക്തമായ പിന്തുണയിൽ വലിപ്പം കൂടിയ ഇനം ഏലക്ക കിലോ 3000-ന് മുകളിൽ കൈമാറി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 197, RSS 5 194, ലാറ്റക്സ് 135, ജാതിക്ക 350, ജാതിപത്രി 1800 മുതൽ 2250 വരെ, ഗ്രാമ്പു 850, അടയ്ക്ക 280,
കാപ്പിക്കുരു 270, കൊക്കോ പരിപ്പ് 300, കുരുമുളക് ഗാർബിൾ 73,300, കുരുമുളക് അൺഗാർബിൾ 71,300, ഏലക്ക 2,600 മുതൽ 2,700 വരെ, വെളിച്ചെണ്ണ 26,700, കൊപ്ര 18,400, ചുക്ക് 22,500.